അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വിശുദ്ധ റമദാനിൻ്റെ പകുതി പിന്നിടുമ്പോൾ ഏറ്റവും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ബദർ എന്നത്. യഥാർത്ഥത്തിൽ തുല്യതയില്ലാത്ത ചരിത്രമാണല്ലോ ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം. തുച്ഛമായ ആളുകൾ വിശ്വാസത്തിൻ്റെ ബലം ഒന്നുകൊണ്ട് മാത്രം പടച്ച റബ്ബിൽ തവക്കുലാക്കി വലിയ പ്രതിസന്ധികളെ ആർത്തലച്ചു വിടുന്ന എതിരാളി സൈന്യത്തെ പരാജയപ്പെടുത്തിയ ദൈവിക സഹായത്തിൻ്റെ പാഠമാണ് ബദർ നൽകുന്ന ഒന്നാമത്തേത്. പടച്ച റബ്ബ്, ലോകത്തിൻ്റെ സട്ടാവ്, അവൻ്റെ തീരുമാനമാണ് ലോകം മുഴുവൻ നടക്കുന്നത് എന്നത് പൂർണ്ണമായും ബോധ്യപ്പെടുത്തുന്നതാണ് ബദർ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ലോക ആത്മീയ നേതാവിൻ്റെ പിറകിൽ അണിനിരന്നുകൊണ്ട് വഹ്യ് പ്രകാരം പ്രവാചകൻ നൽകുന്ന മുഴുവൻ നിർദ്ദേശങ്ങളെയും അപ്പടി ഉൾക്കൊണ്ടും പാലിച്ചും കൊണ്ട് ഒരേ മനസ്സോടെ ഒന്നിച്ചു മുന്നേറിയപ്പോൾ നേടാൻ കഴിഞ്ഞ വിജയമാണ് ബദർ നൽകുന്ന മറ്റൊരു പാഠം. അള്ളാഹും റസൂലും നൽകുന്ന അധ്യാപനങ്ങൾ മറ്റൊന്നും ആലോചിക്കാതെ ജീവിതത്തിൽ പാലിച്ചാൽ നഷ്ടമുണ്ടാവില്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് ബദർ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. 300-ലേറെ വരുന്ന വിശ്വാസികൾ മാത്രം 1000-ലേറെ വരുന്ന അവിശ്വാസികൾക്ക് നേരെ ഒരു ആക്രമണത്തിന് സജ്ജമായി ഇറങ്ങുമ്പോൾ വിശ്വാസികളുടെ കൈകളിൽ ആയുധങ്ങളില്ല, ആവശ്യമായ വാഹനങ്ങളില്ല, ഭക്ഷണ പദാർത്ഥങ്ങളില്ല, പട്ടിണി പാവങ്ങളാണ്. എതിരാളികൾ വലിയ സമ്പന്നന്മാരും എല്ലാ യുദ്ധസന്നാഹങ്ങൾ ഉള്ളവരും പരലോക ബോധമില്ലാത്തതിനാൽ ആടിയും പാടിയും കൂത്താടിയുമൊക്കെ അവർ നൃത്തം വെച്ച് ആവേശഭരിതരായി ഇറങ്ങിപ്പുറപ്പെട്ടതുമാണ് ബദറിൽ. പക്ഷേ കമ്മിൻ ഫിയത്തിൻ ഖലിയത്തിൻ ഓലബത്ത് ഫിയത്തിൻ കസീറ ബിഇദ്നില്ല, റബ്ബിൻ്റെ അനുമതി പ്രകാരം എത്രയെത്ര കൊച്ചു സംഘങ്ങളാണ് വൻ സംഘങ്ങളെ പരാജയപ്പെടുത്തിയത് എന്ന ദൈവിക വചനത്തെ യാഥാർത്ഥ്യമാക്കിയതാണ് നാം ബദറിൽ കണ്ടത്. പടച്ച റബ്ബ് പറഞ്ഞാൽ, അവൻ്റെ റസൂല് പറഞ്ഞാൽ മറ്റൊന്നും ആലോചിക്കാതെ ഇറങ്ങാൻ തയ്യാറായി എന്ന് തന്നെയാണ് ആ വിശ്വാസികൾ ഏറ്റവും വലിയ സവിശേഷത. അതാണ് നമ്മളും ജീവിതത്തിൽ പാലിക്കേണ്ടത്. അള്ളാഹു തആല ഒരു കാര്യം പഠിപ്പിച്ചാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഷയം പഠിപ്പിച്ചാൽ പിന്നെ അവിടെ ചോദ്യമില്ല. എന്തേ ആ ഹദീസ് അങ്ങനെ, എന്തേ ഈ ആയത്ത് ഇങ്ങനെ, എന്തേ ഇസ്ലാം അങ്ങനെ പറഞ്ഞു എന്ന അന്വേഷണങ്ങളോ ആലോചനകളോ ഒന്നുമില്ല. സമയന വഅതഅന, കേട്ടു അനുസരിച്ചു. അതാണ് വിശ്വാസിയുടെ നിലപാട്. ആ നിലപാട് നമുക്ക് ജീവിതത്തിൽ പാലിക്കാൻ ഏറ്റവും വലിയ പ്രചോദനമാണ് ബദർ നമുക്ക് നൽകുന്നത്. അതോടൊപ്പം ബദറിൽ തന്നെ മറ്റൊരു ബദർ കൂടി ചരിത്രത്തിൽ കാണാൻ കഴിയും. ബദർ സുഗറ എന്നറിയപ്പെടുന്ന ഉഹദ് യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അബൂ സുഫിയാനിൻ്റെ നേതൃത്വത്തിലുള്ള ശത്രു സൈന്യം അന്ന് പ്രഖ്യാപിച്ചിരുന്നു, അടുത്ത വർഷം നമുക്ക് ബദറിൽ വെച്ച് കാണാം. മുസ്ലിമീങ്ങൾ അത് ഏറ്റെടുത്തു. പക്ഷെ അടുത്ത വർഷമായപ്പോൾ അബൂ സുഫിയാനും സംഘത്തിനും സാമ്പത്തികമായി വലിയ പ്രയാസമുള്ള സാഹചര്യമായിരുന്നു. കച്ചവടങ്ങൾ നഷ്ടത്തിലായിരുന്നു. കൃഷി കാര്യമായൊന്നും ഉണ്ടായില്ല. ആ വർഷം അവർക്ക് ഒരു യുദ്ധത്തിനൊരുങ്ങാവുന്ന സാമ്പത്തിക, ശാരീരിക, സാമൂഹിക ചുറ്റുപാടായിരുന്നില്ല. എന്നാൽ നബിയും സ്വഹാബത്തും ആ വാക്ക് പാലിക്കാൻ തയ്യാറായി അവർ ഒരുങ്ങി. അബൂ സുഫിയാൻ വലിയ യുദ്ധ തന്ത്രജ്ഞനായിരുന്നു. അതുകൊണ്ട് അബൂ സുഫിയാൻ മനസ്സിലാക്കി, നമുക്ക് എന്തായാലും ഏറ്റുമുട്ടാൻ കഴിയില്ല, എന്നാൽ പിന്മാറിയാൽ അതൊരു അപമാനവുമാണ്. അതിന് അബൂ സുഫിയാൻ മക്കയിൽ നിന്ന് ചില ആളുകളെ മദീനയിലേക്ക് സ്വകാര്യമായി ചാരന്മാരായി പറഞ്ഞേക്കുകയും മദീനയുടെ ഉള്ളിൽ അവരിങ്ങനെ സ്വകാര്യമായി ചില പ്രചാരണങ്ങൾ അഴിച്ചു വിട്ടു. വലിയ സംഘം മക്കയിൽ ഒരുങ്ങുന്നുണ്ട്, നിങ്ങളെല്ലാം ഇല്ലാതാക്കാൻ മാത്രം പോകുന്ന ഒരു സംഘബലമാണ് അവർക്കുള്ളത് എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ അഴിച്ചു വിട്ടു. അപ്പോൾ അതിൽ പേടിച്ചുകൊണ്ട് മുഹമ്മദ് നബിയും ആളുകളുമൊക്കെ പിന്മാറിക്കൊള്ളുമെന്നാണ് അബൂ സുഫിയാൻ വിചാരിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിൽ ആ വിഷയങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും എന്ന ആയത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞു. ജനങ്ങളെല്ലാം ഇതാ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, പേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചില്ല എന്ന് മാത്രമല്ല, ഫസാദഹും ഈമാന, ഈമാൻ വർദ്ധിച്ചവർക്ക് അവർ പറഞ്ഞു, വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, എല്ലാം ഏൽപ്പിക്കാൻ മതിയായവൻ അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിച്ച് നബിയും സംഘവും തയ്യാറായി ബദറിലേക്ക് വന്നു. അബൂ സുഫിയാനും സംഘവുമാകട്ടെ ഈ പ്രചാരത്തിൽ അവർ
അത് മതി എന്ന ധാരണയിൽ അവർ വന്നു നോക്കാൻ പോലും തയ്യാറായില്ല. പക്ഷേ മുഹമ്മദ് നബി സംഘം വരികയും ശത്രുക്കൾ വരാത്തത് കൊണ്ട് തന്നെ അവർക്കതിൽ വലിയ നേട്ടമായി മാറുകയും, അതേസമയത്ത് ബദൽ നല്ല കച്ചവട സീസണാണ്, അതിലൊക്കെ പങ്കെടുത്ത് അല്പം ലാഭമുണ്ടാക്കി തിരിച്ചു പോകാൻ കൂടി വിശ്വാസികൾക്കെന്ന് സാധിക്കുകയും ചെയ്തു. യുദ്ധം ആവശ്യമായി വന്നില്ല. ഇതാണ് ബദർ സുഗറ എന്ന് അറിയപ്പെടുന്നത്. എന്താണെങ്കിലും വലിയ പാഠങ്ങൾ നമുക്ക് ബദർ നൽകുന്നുണ്ട്. മറുവശത്ത് ഇന്ന് ബദറിൻ്റെ പേരിൽ ധാരാളം അന്ധവിശ്വാസങ്ങളാണ് സമൂഹത്തിൽ നടമാടുന്നത്. ബദറിന് കേൾക്കുമ്പോഴേക്ക് തന്നെ ബദരീങ്ങളും ബദരീങ്ങളെ നേർച്ചയും ബദരീങ്ങളെ പേരുള്ള പാട്ടുകളും ബെയ്ത്തുകളും മാലയും മൗലീദും റാത്തീബും ഒക്കെയാണ് ആളുകളുടെ മനസ്സിലേക്ക് ഓടി എത്തുന്നത്. റമദാൻ 17 അന്ന് വലിയ ആഘോഷ പ്രതീതിയാണ് നാടുകളിൽ. ധാരാളം മൃഗങ്ങളെയാണ് ഇന്ന് ബലി അറുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളാണ് സമൂഹത്തിൽ ഉള്ളത്. ബദർ മാലയും ബദർ മൗലീദും ബദർ റാത്തീബും വ്യത്യസ്തമായ പേരുകളുള്ള പദ്യഗദ്യങ്ങളുമൊക്കെ പാടിയും പറഞ്ഞും ബദരീങ്ങളെ പ്രശംസിക്കുന്നുവെന്ന മറവിൽ ഒട്ടനവധി അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഷിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്തുകൾ സമൂഹത്തിൽ നടമാടുന്നുണ്ട്. ഒരിക്കലും നേർച്ച ബദരീങ്ങൾക്കുള്ളതല്ല. ബലിയറുക്കൽ ബദരീങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാൻ പറ്റിയതല്ല. നബി തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ല, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി വല്ലവനും അറുത്താൽ റബ്ബ് അവനെ ശപിച്ചിരിക്കുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. അപ്പോൾ അറവ് പടച്ച റബ്ബിന് വേണ്ടി മാത്രമാണ്. ബലി അറുക്കലുകൾ റബ്ബിന് വേണ്ടി മാത്രമാണ്. അത് അമ്പിയാക്കൾക്ക് വേണ്ടി അറുക്കാൻ പാടില്ല, ബദരീകൾക്ക് വേണ്ടി അറുക്കാൻ പാടില്ല, ശുഹദാഇന് വേണ്ടി അറുക്കാൻ പാടില്ല. ഒരു സൃഷ്ടിയുടെ പ്രീതി കാക്ഷിച്ചുകൊണ്ടും ബലിമൃഗത്തെ അറുക്കാൻ പാടില്ല. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരവും എൻ്റെ ബലികർമ്മവും പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിന് വേണ്ടി മാത്രമാണ് എന്ന് എല്ലാ ദിവസവും പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. ഫസല്ലി ലി റബ്ബിക വൻഹർ, നിൻ്റെ റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കുക, അവന് വേണ്ടി തന്നെ നീ ബലിയറുക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു തആല നബിയോട് കൽപ്പിച്ചതായി നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ബലിമൃഗം അള്ളാഹുവിന് വേണ്ടി അല്ലാതെ അറുത്തുകൂടാ. എന്നാൽ ബദരീങ്ങളെ പേരിൽ നൂറുകണക്കായ മൃഗങ്ങളെയാണ് റമദാനിൽ ആളുകൾ ബലിയറുക്കുന്നത്. ഇപ്പോൾ വ്യക്തമായ ശിർക്കാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. ആ അറിവ് പാടില്ല, ആ മാംസം ഭക്ഷിക്കാൻ പോലും പാടില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ പട്ടിണി പാവങ്ങളായി ബദറിൽ ഏറ്റുമുട്ടിയ ബദരീകളെ ഓർത്തുകൊണ്ട് സുഭിക്ഷമായ ഭക്ഷണമുണ്ടാക്കി ആഘോഷിക്കുന്നതാണ്, വൈരുദ്ധ്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റൊന്ന് ബദരീകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികളാണ് ബദർ മാലയിൽ, ബദർ മൗലീദിൽ എല്ലാം കാണുക. ബദർ മൗലീദിലൊക്കെ ഒരുപാട് അടിസ്ഥാനരഹിതമായ കഥകൾ കാണാൻ കഴിയും. മോഷ്ടിക്കാനായി വീട്ടിലേക്ക് വന്ന മോഷ്ടാക്കളെ തുരത്താൻ ബദരീകൾ ഹാജരായ കഥ ബദർ മൗലീദിലുണ്ട്. കപ്പൽ കടലിൽ ആടിയുലയുമ്പോൾ ബദരീകളെ പേര് പരാമർശിക്കുമ്പോൾ ബദരീകളൊന്നായി കടലിലേക്ക് എടുത്തു ചാടി ഇറങ്ങി വന്ന് കപ്പൽ പിടിച്ച് സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ച കഥ ബദർ മൗലീദിലുണ്ട്. ഇങ്ങനെയുള്ള 6 നുണക്കഥകളാണ് ബദർ മൗലീദിൻ്റെ ആകത്തുക. അതല്ല ബദർ എന്നത്. ജീവിതത്തിൽ ഏതു പ്രതിസന്ധിക്കും ബദരീകളെ വിളിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി എന്ന ആശയമാണ് ബദർ മാലയിൽ ബദർ ബെയ്ത്തിൽ എല്ലാം ഉൾക്കൊള്ളുന്നത്. എന്തസുഖങ്ങൾക്കും ദേഹം വലഞ്ഞോനി പേരിനെ ചൊല്ലുകിൽ തീരും മുനമേ ഷിഫയാകുമെന്നോർന്നാണ്. ശാരീരികമായ മാനസികമായ രോഗം ബാധിച്ച് പ്രയാസമനുഭവിക്കുന്ന ആളുകൾ ബദരീകളെ പേരെങ്ങ് പറഞ്ഞാൽ തന്നെ ചൊല്ലിത്തീരും മുമ്പ് ഷിഫ കിട്ടുമെന്ന് ബദർ മാലയിൽ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ അല്ലൽ മികന്തേ കടത്തിലകപ്പെട്ടോൻ അസ്മാഉലത്താൽ കടം വീടുമെന്നോ അവർ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ബദരീകളെ പേരെങ്ങ് ചൊല്ലിയാൽ കടം വീടുമെന്നാണ് പറയുന്നത്. ഏറെ മികന്തുള്ള ഫേറ്റി വരുത്തത്തിൽ ഇന്ദർ സ്വഹാബികൾ ഫേരിനെ ചൊല്ലുകിൽ കുറി മുടിയും മുനം ഫള്ള തന്നീന്ന് കുട്ടി ഫിറക്കലിൻ ഇല്ലാ ശക്കെന്നോവർ. പ്രസവവേദനയിൽ ബദരീകളെ പേരെങ്ങ് ചൊല്ലിയാൽ മതി, എങ്കിൽ തീരും മുമ്പ് കുട്ടി ജനിക്കും, സംശയം വേണ്ട എന്ന പാട്ടുകൾ ഈ മാലപ്പാട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ദണ്ണം മബാവ സൂര്യയും മറ്റുള്ളതിനെ മടങ്ങലും ബദരീങ്ങളെ ബറക്കത്തിനെ ശിഫയാക്കണയ റബ്ബന എന്ന് ബദരീകളെ ഹക്കജോഹ ബർക്കത്തും വെച്ച് മുൻനിർത്തിക്കൊണ്ട് ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുന്ന വരികൾ. പ്ലാഗും വസൂരിയും അടക്കമുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒറ്റമൂലിയായി ബദരീങ്ങളെ പരിചയപ്പെടുത്തുന്നു. ബദരീങ്ങളിൽ പലരും പ്ലാഗ് ബാധിച്ച് മരിച്ചവരാണ്, പലരും വസൂരി പിടിപെട്ടവരാണ്. കടം കൊണ്ട് ഏറെ ബുദ്ധിമുട്ടിയ ബദരീങ്ങളാണ് മിക്കവാറും ബദരീങ്ങൾ. സുദീഖ് ഉമർ ഖത്താബും ഉസ്മാൻ അഫ്ഫാനും അലി അബിത്തും അടക്കമുള്ള ബദരീങ്ങൾ പട്ടിണി കടന്ന് പ്രയാസപ്പെട്ടവരാണ്. രാത്രി ഉറക്കം വരാതെ പുറത്തേക്കിറങ്ങിയ
അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ഖത്താബിനെയും ചരിത്രം ആർക്കാണ് അടഞ്ഞുകൂടാത്തത്? നബിതങ്ങൾ പോലും പട്ടിണി സഹിക്കവയ്യാതെ പ്രയാസപ്പെട്ട എത്ര ദിനരാത്രങ്ങൾ. 2 മാസം തീ കത്താത്ത വീടായിരുന്നു ബദരീങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് എന്നത്. അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് ബാക്കിയുള്ള ആയുസ്സ് അവർ ജീവിച്ചത്. ബദറിൽ പങ്കെടുത്ത 113 ആളുകളിൽ 151 ആളുകൾ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളിൽ, അപകടങ്ങളിൽ ഒക്കെയാണ് പിന്നീട് അവർ വഫാത്തായത് എന്ന് കാണാൻ കഴിയും. ശത്രുക്കൾ വളരെ ദാരുണമായി ചതച്ചരച്ച് കൊന്നവർ പോലും ബദരീങ്ങളുടെ കൂട്ടത്തിൽ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പ്ലാഗ് ബാധിച്ച് മരിച്ചവരാണ് അബൂ ഉബൈദയെപ്പോലുള്ള ആളുകളൊക്കെ. അതുപോലെ അമ്മിക്കല്ല് തലയിലേക്ക് എറിഞ്ഞ് ദാരുണമായി കൊല്ലപ്പെട്ട ആളുകൾ ബദരീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കുടവയർ ചികിത്സിക്കാനെന്ന പേരിൽ തൻ്റെ ഒരു ഭൃത്യൻ അദ്ദേഹത്തെ കിടത്തി തൻ്റെ വയറ് കീറി ആ കൊഴുപ്പ് ഒഴിവാക്കി തരാമെന്ന് പറയുകയും അതേ തുടർന്ന് മരിക്കുകയും ചെയ്തവർ ബദരീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഉഹദിൽ വെച്ച് വളരെ ദാരുണമായി ഷഹീദായി പോയ, കൊല്ലപ്പെട്ട, അംഗവിച്ഛേദനം ചെയ്യപ്പെട്ടവർ ബദരീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അലി ബിൻ അബീ ത്വാലിബ് നടന്നു പോകുമ്പോൾ വഴിയിൽ മാറി നിന്നവൻ വെട്ടി പരിക്കേൽപ്പിച്ചു, ശരീരമാസകലം മുറിവേറ്റ് ദിവസങ്ങളോളം സുഖമില്ലാതെ കിടന്ന് വഫാത്തായതാണ് കാണാൻ കഴിയുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന എതിരാളി കയറി വന്ന് കുത്തി തൻ്റെ ഇടനെഞ്ചിൽ കുത്തേൽക്കുകയും ആഴത്തുള്ള മുറിവേൽക്കുകയും തൻ്റെ കുഴൽമാലകളൊന്നാകെ പുറത്തേക്ക് ചാടുകയും ആളുകൾ കുടിക്കാനായി വെള്ളവും മറ്റും നൽകുമ്പോൾ അതുപോലും പുറത്തേക്ക് ഒഴുകുകയും ചെയ്തത് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് വളഞ്ഞ് അവസാനം വീട് ശക്തമായി അവർ തള്ളിത്തുറന്ന് അകത്ത് കയറി ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തലക്ക് ഈത്തപ്പന മട്ടൽ കൊണ്ട് അടിച്ച് തല രണ്ടായി പൊട്ടിപ്പിളർന്ന് ആ രക്തമൊന്നാകെ പുറത്തേക്ക് ചീറ്റി കയ്യിലുള്ള മുസഫിലേക്ക് തലയും വെച്ചുകൊണ്ട് വീണ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വയറ്റിൽ വാള് കുത്തിയിറക്കി ആ വാളിൽ ചാടി നിൽക്കുന്ന രംഗം ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് ബദരീങ്ങളുടെ നേതാക്കളാണ്. അവരൊക്കെ ബദരീകളായിരുന്നത് കൊണ്ട് പിന്നെ ജീവിതത്തിൽ കഷ്ടപ്പാടില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ, കടമില്ലാതെ, പരീക്ഷണമില്ലാതെ ജീവിച്ചവരല്ല. പക്ഷേ ഇന്ന് അവരെ പേര് പറഞ്ഞാൽ കടം വിടുമെന്നും അവരെ വിളിച്ചാൽ രോഗം മാറുമെന്നും അവർ വിചാരിച്ചാൽ നമ്മുടെ മുറാദ് ഹാസിലാക്കി തരാൻ പറ്റുമെന്നും വിസ കിട്ടാനും ജോലി കിട്ടാനും കച്ചവടം ശരിയാവാനും സന്താന ഭാഗ്യത്തിനുമെല്ലാം ബദരീകളെ പേര് പറഞ്ഞാൽ മതി എന്ന ആളുകളെ പറഞ്ഞു പറ്റിച്ച് ആ ബദരീകളെ പേര് പറയാൻ ചില ആളുകൾ ഇവിടെ ചട്ടം കെട്ടി വരികയും അങ്ങനെ പദ്യഗദ്യങ്ങൾ ആലപിച്ചുകൊണ്ട് ആളുകളിൽ നിന്ന് സാമ്പത്തികമായ സമാഹരണം നടത്തി ചൂഷണം ചെയ്യുന്നിടത്താണ് ഇന്ന് സമൂഹമുള്ളത്. അത് തിരിച്ചറിയുകയും ശരിയായ ബദറിൻ്റെ പാഠം നമ്മൾ പഠിക്കുകയും ആ ബദർ നൽകുന്ന സന്ദേശം ജീവിതത്തിൽ പാലിക്കുകയും ശരിയായ വിശ്വാസികളായി ജീവിക്കാൻ ശ്രമിക്കുകയുമാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ടത്. മതത്തിൻ്റെ ചിഹ്നങ്ങളെ കച്ചവടവൽക്കരിക്കുന്ന പൗരോഹിത്യത്തെ തിരിച്ചറിയുകയും മതമെന്നത് ദുന്യാവിലെ ഭൗതിക ലോകത്തെ നേട്ടങ്ങൾക്കല്ല, അതിനപ്പുറത്ത് പാരത്രികമായ വിജയത്തിനുള്ള അടിസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കി മതം പഠിക്കാൻ, പ്രമാണങ്ങളിൽ നിന്ന് ദീനു പഠിക്കാൻ നാം ശ്രമിക്കുക. ശരിയായ അടിസ്ഥാനമുള്ള ചരിത്രങ്ങളെ നാം പഠിക്കുക. കള്ളക്കഥകളെ തിരിച്ചറിയുക. വ്യാജ പ്രചാരണങ്ങളെ നാം അത് വേണ്ടെന്ന് വെക്കുക. ആ നിലക്ക് ശരിയായ അർത്ഥത്തിൽ തന്നെ ദീനു പഠിച്ച് എന്താണോ മതം പഠിപ്പിക്കുന്നത് അത് ഉൾക്കൊള്ളാൻ നാം പരിശ്രമിക്കണമെന്നാണ് ഈ സമയത്ത് ബദറിൻ്റെ സന്ദേശമായി സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം ആ സ്വഹാബത്തിൻ്റെ മഹത്വങ്ങളെ നാം മനസ്സിലാക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിനെ പോലും ആക്ഷേപിക്കുന്നവർ സമൂഹത്തിലുണ്ട്. ഷിയാക്കൾ ബദരീങ്ങളിൽ മിക്കവാറും ആളുകളെ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. ഇന്നും ബദറിൽ പങ്കെടുത്ത ആളുകൾ ആക്ഷേപിക്കുന്ന ആളുകൾക്ക് സമൂഹത്തിൽ കുറവൊന്നുമില്ല. അതൊക്കെ വലിയ പാതകമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിലെ നല്ല അധ്യായങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി തുന്നിച്ചേർക്കാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.